ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സഹായം ചെയ്യുന്നു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കുവൈറ്റിൽ നിന്നും അനുഗ്രഹിക്കപ്പെട്ട ഒരു സഹോദരിയും കുടുംബവും ചേർന്നാണ്. പ്രാരംഭത്തിൽ തന്നെ ഇവർ നന്ദി പറയുന്നു. ഇന്നലകളിൽ പ്രാർത്ഥിച്ച ഒരു ബിസിനസ്സിൻ്റെ വിഷയത്തിനകത്ത് ദൈവം അത്ഭുതം ചെയ്തു. അതേപോലെ മകളുടെ വിവാഹം ഉറച്ചു. അതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. എന്നാൽ അടുത്ത പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തനിക്ക് 3 മക്കളാണുള്ളത്. 3 മക്കളുടെയും ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ടും അതേപോലെ തന്നെ മൂത്ത മകളുടെ വിവാഹത്തിന് വേണ്ടി അവർ ഒരുങ്ങുകയാണ്. കർത്താവ് അതിനു വേണ്ടിയുള്ള എല്ലാ വാതിലുകളും തുറക്കണം. അതിനുള്ള എല്ലാ ആവശ്യങ്ങളെയും സ്വർഗത്തിലെ ദൈവം സാധിപ്പിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതുപോലെ തന്നെ ഇവർ ബിസിനസ്സുകളെ ദൈവം വർദ്ധിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ പ്രത്യേകമായൊരു പ്രാർത്ഥന വിഷയം, നാട്ടിൽ ഒരു പ്രോപ്പർട്ടിയും കൂടെ വിൽക്കുവാനുണ്ട്. അത് വേഗത്തിൽ വിറ്റ് ഇവരുടെ മകളുടെ വിവാഹത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് ഐശ്വര്യമായി നടത്തി കൊടുക്കേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രിയ സിസ്റ്ററിനെ, ഹസ്ബൻഡിനെയും 3 മക്കളെയും കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കാം. ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയുകയാണ്, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം നമ്മുടെ ദൈവം മുഖപക്ഷമില്ലാതെ അനുഗ്രഹിക്കുന്നവരാണ്. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തിയെങ്കിൽ നിങ്ങൾ വിശ്വസിക്ക്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുത മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാൻ പ്രിയരെ, ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവപ്രവൃത്തി, വലിയ ദൈവത്തിൻ്റെ കരം കാണേണ്ടതിനായി, ദൈവത്തിൻ്റെ കരം ഇവർക്ക് അനുകൂലമാകേണ്ടതിനായി പൂർണ്ണമായി ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ അങ്ങ് ഇതുവരെയും ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കുമായി നന്ദി പറയുകയാണ്. അപ്പാ, അങ്ങ് വിശ്വസ്തനാണ്, അങ്ങ് വഴി നടത്താൻ ശക്തനാകിയാൽ ഈ കുടുംബത്തിൽ കൊടുത്ത വിടുതലുകൾക്കായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. കർത്താവെ, ആ മകളുടെ വിവാഹത്തിനായി അതിനുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് ചന്തോചിതമായി പരിശുദ്ധാത്മാവ് ചെയ്യുന്നല്ലോ. ദൈവത്തിൻ്റെ കരം വെളിപ്പെടുന്നല്ലോ. കർത്താവെ, പ്രത്യേകിച്ച് നാട്ടിലെ ആ പ്രോപ്പർട്ടി വിറ്റ് കർത്താവ് ഒരു അത്ഭുതം ഇവർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. അതേ നിലയിൽ പ്രിയ സിസ്റ്ററിൻ്റെയും ഹസ്ബൻഡിൻ്റെയും 3 മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതകരമായ ഒരു വിടുതൽ, അത്ഭുതകരമായി അവരുടെ ഭാവിയെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ഈ വിവാഹം കഴിയുന്നതോടെ അടുത്തൊരു തലത്തിലോട്ട് കർത്താവ് മറ്റു 2 മക്കളുടെയും വിദ്യാഭ്യാസത്തിലും എല്ലാ മേഖലയിലും അവരെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. കർത്താവിൻ്റെ കരമനകത്ത് വെളിപ്പെട്ടതിനായി നന്ദി. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇവരുടെ ബിസിനസ്സുകളെ അനുഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. കർത്താവ്, ഇവരെ മാനിക്കണമേ അപ്പാ. ഞാൻ ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ താഴ്ത്തി ആ മകളുടെ വിവാഹത്തെ ഏൽപ്പിക്കുന്നു. ഒരത്ഭുതകരമായ വിടുതൽ, പ്രത്യേകിച്ച് എല്ലാ നിലയിലുള്ള സാമ്പത്തിക ആവശ്യങ്ങളിലും ദൈവരുടെ കൂടെ ഇരിക്കാൻ പോകുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നുവന്നാട്ടെ. പ്രിയരെ, ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്ന ഏവർക്കും മാറ്റം കൊണ്ടുവരുവായ തമ്പുരാൻ്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, കർത്താവിൻ്റെ കരുണയാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്നത്. ഇന്നും ഈ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വചനത്തിൻ്റെ ആഴം, വചനത്തിൻ്റെ ശക്തിയെ നാം തിരിച്ചറിയേണ്ടത്, വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ടെന്ന് നാം തിരിച്ചറിയണം പ്രിയരെ. കാരണം എന്തെന്ന് ചോദിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്നെ കേൾക്കുന്നവരെ, ദൈവത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അത് ദൈവവചനത്തിനും ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഈ ആരംഭത്തിൽ തന്നെ നാം തിരിച്ചറിഞ്ഞാൽ നിങ്ങളൊരു നല്ല ഇരിപ്പിടം ഉറപ്പാക്കി പ്രാർത്ഥനയോടുകൂടെ ഈ വചനത്തെ ആഴമായി സ്വീകരിക്കുകയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ തന്നെ ദൈവപ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ 107-ാം സങ്കീർത്തനം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കുകയും അവരെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. എന്നെ കേൾക്കുന്നവരെ, വചനത്തിൻ്റെ പ്രത്യേകത അയക്കപ്പെടുന്നതാണ്. അയക്കപ്പെടുന്ന വചനത്തിൻ്റെ പ്രത്യേകത, നിങ്ങളത് എത്തിപ്പിടിച്ച് ആമേൻ എന്ന് പറയാൻ തുടങ്ങുമെങ്കിൽ അതിനകത്ത് വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണങ്ങൾ സംഭവിക്കും. വചനം നിവർത്തീകരിക്കപ്പെടുന്നതാണ്. യിരെമ്യാവ് 1:12 പറയുകയാണ്, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തീകരിക്കേണ്ടതിന് ഞാൻ തന്നെ ജാഗരിച്ചുകൊള്ളും. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് പറഞ്ഞാട്ടെ, വചനം നിവർത്തീകരിക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ അയക്കപ്പെടുന്ന വചനത്തെ നിങ്ങൾ സ്വീകരിക്കുമെങ്കിൽ നിങ്ങൾ സൗഖ്യം
സൗഖ്യമാകാൻ പോവുകയാണ്. അവൻ്റെ അടിപ്പിണരാലുള്ള സൗഖ്യം എന്ന വചനത്തിൻ്റെ നിവർത്തീകരണം ചിലവരുടെ മേളിൽ വെളിപ്പെട്ട് വരികയാണ്. അതേ നിലയിൽ തന്നെ നിങ്ങളുടെ കുഴിയിൽ നിന്ന് കരകയറ്റുമെന്ന് പറയുമ്പോൾ ഞാൻ ആഴമായി വിശ്വസിക്കുന്നു, ഇതാ വചനത്തിന് നിൻ്റെ കുഴിയിൽ നിന്ന് നിന്നെ അസാധാരണമായി വചനത്തിന് ഉയർത്താൻ കഴിയും. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ വചനം നിവർത്തീകരിക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ പ്രാർത്ഥനയോടുകൂടെ ആഴമായിട്ട് ഇപ്പോൾ തന്നെ വിശ്വസിച്ചുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ദൈവപ്രവൃത്തി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ചിലവരുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്ത വാതിലുകൾ ഇപ്പോൾ തുറക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരികയാണ്. എൻ്റെ കൂടെ ആഴമായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കരുണ ചലിക്കട്ടെ, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. വിശ്വാസത്തോടുകൂടെ ഇതാ വചനത്തിൻ്റെ ആഴം എന്ന് പറയുമ്പോൾ തന്നെ ഈ വചനം ദൈവ സാന്നിധ്യത്തിലാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ, ദൈവ സാന്നിധ്യം വെളിപ്പെടുക എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ ഒന്ന് ആശ്രയിക്കുമ്പോൾ ഇതാ പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവ് നിങ്ങളുടെ മേളിൽ വെളിപ്പെട്ട് വരികയാണ്. ദൈവ സാന്നിധ്യം ഒരാളുടെ മേളിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ 97-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ മുമ്പിൽ നിൽക്കുന്ന മലകൾ മെഴുകുപോലെ ഉരുകും. 16-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം പറയുന്നു, ഇൻ യുവർ പ്രസൻസ് ഈസ് ദ ഫുൾനെസ് ഓഫ് ജോയ്. അറിയാം, ദൈവ സാന്നിധ്യത്തിനകത്ത് സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. ആഴമായി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ മോശയോട് ദൈവം പറഞ്ഞ അതേ പദം ഈ വചന സന്ദേശത്തിൽ ചിലവരെ നോക്കി ഞാൻ വിളിച്ചു പറയുകയാണ്, സ്വീകരിക്കുക, എൻ്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും, എൻ്റെ സാന്നിധ്യം നിനക്ക് സ്വസ്ഥത നൽകും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ സാന്നിധ്യം, ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മിനിമം 3 കാര്യങ്ങൾ സംഭവിക്കുമെങ്കിൽ ഒന്നുകൂടെ ഒരാഴം ഞാൻ നിങ്ങളുമായി പറയുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ കഴിയും. ഒരു സ്ഥലത്ത് ഒരു വീട് പണിയാനോ ഒരു ബിൽഡിങ്ങിനോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ ഏത് സ്ഥാപനമായിക്കോട്ടെ, ഏത് സ്ഥാപനത്തിൻ്റെ പണിയുടെ ആരംഭത്തിൽ അവർ ആദ്യം ഒരു കിണർ കുത്തിയോ അല്ലെങ്കിൽ വെള്ളത്തിനുള്ള മാർഗം ആണ് നോക്കുന്നത്. വലിയ കമ്പനികളാണെങ്കിൽ നദീതീരത്തോ അല്ലെങ്കിൽ അതേ കായലിൻ്റെ അടുക്കലോ ഒക്കെയാണ് അവർ ചെയ്യുന്നത്. കാരണം വെള്ളമാണ് അവർക്ക് ഏറ്റവും അത്യാവശ്യമായി നിൽക്കുന്നത്. ഇതേപോലെ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഇന്ന് ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സ്ഥാനം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സകലതും ചന്തവും ഉചിതവുമായി വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. കാരണം പരിശുദ്ധാത്മാവാണ് നമ്മളെ ഓർഡറിലേക്ക് കൊണ്ടുവരുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്നത്. അങ്ങനെയൊന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 2-ാമത്തെ വാക്യം എഴുതിയിരിക്കുകയാണ്, ഭൂമി പാഴും ശൂന്യവും ആഴത്തിനു മീതെ ഇരുളുമായിരുന്നു, എന്നാൽ വെള്ളത്തിനു മേളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. എന്നെ കേൾക്കുന്നവരെ, വെള്ളത്തിനു മേളിൽ പരിവർത്തിച്ച പരിശുദ്ധാത്മാവ് ഇന്ന് എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരുടെ മേളിലും പരിവർത്തിക്കുകയാണ്. ആ ആഴം നിങ്ങൾ നോക്കിയേ. വെള്ളത്തിനു മേളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. അവിടെ കൊണ്ട് വചനം തീരുകയല്ല. അടുത്ത 3-ാമത്തെ വാക്യം പറയുന്നു, പിതാവ് വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. ആഴമായിട്ട് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. പരിശുദ്ധാത്മാവിൻ്റെ ഇതാ ചലനം വെളിപ്പെടുന്നിടത്ത്, ദൈവവചനവും പരിശുദ്ധാത്മാവും സമ്മേളിക്കുന്നിടത്ത് സൃഷ്ടിപ്പുകൾ സംഭവിക്കും എന്നുള്ളത് ഉറപ്പാണ്. ആഴമായിട്ട് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ പത്രോസിൻ്റെ പടകിനെ നിറച്ചതുപോലെ, കനാവിലെ കല്യാണ വീട്ടിലെ പച്ചവെള്ളം വീഞ്ഞായതുപോലെ, ലാസറിനെ പുറത്തു കൊണ്ടുവന്നതുപോലെ, വിരോധമായി വീശിയ കാറ്റിനെയും കടലിനെയും ശാസിച്ചതുപോലെ നിനക്ക് വേണ്ടി ഇതാ ഒരു ദൈവശബ്ദം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായ ദൈവ സാന്നിധ്യം ഇപ്പോൾ ചലിക്കുകയാണ്. ഈ നിലകളിൽ ദൈവ സാന്നിധ്യം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് ഈ മെസ്സേജിലേക്ക് കടന്നു വരികയാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയുടെ ആഴങ്ങൾ ഒത്തിരി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായ ആഴമായി 1-2-3 കാര്യങ്ങളുണ്ട്. യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക എന്നൊക്കെയുള്ള പദങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പ്രഭാതത്തിലെ അത്ഭുതങ്ങളെക്കുറിച്ച് എനിക്ക് കാണാനിടയായി തീർന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, പ്രഭാതയാമത്തിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന നന്മകളെക്കുറിച്ച് നിങ്ങൾ തിരിച്ചറിയണം. പ്രഭാതയാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പെടുന്ന നന്മകൾ, അതാണ് ഇന്നത്തെ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മിനിമം ഒരു 5 കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രഭാതയാമത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമത് സംഭവിക്കുന്നത് നിന്റെ പേര് മാറുന്നത് കാണാൻ പറ്റും. ഏത് അനുഭവത്തിലാണോ ഇന്ന് ഈ വചന സന്ദേശം നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, ആഴമായി നിങ്ങളെ നോക്കി ഞാൻ വിളിച്ചു പറയും, നിന്റെ പേര് മാറാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു രോഗിയായ അനുഭവത്തിലായിരിക്കും, ആ വീട്ടിൽ ആർക്കും വേണ്ടാത്ത നിലയിൽ രോഗിയായി കിടക്കുന്നവരായിരിക്കും. പക്ഷെ പ്രഭാതത്തിൽ നിങ്ങൾ ഉണർന്ന് പ്രാർത്ഥിക്കുക, ദൈവം നിന്റെ ആ കിടക്കയിൽ നിന്നെ എഴുന്നേൽപ്പിക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. അതേപോലെ കടഭാരത്തിൽ ഇനി മുമ്പോട്ട് പോകാൻ പറ്റാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കടക്കാരൻ എന്നൊരു പേരിലാണ് ആയിരിക്കുന്നതെങ്കിൽ, ശാപത്തിൻ്റെ പേരിലാണ് ആയിരിക്കുന്നതെങ്കിൽ, ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, യാക്കോബ് എന്ന പേരിനെ ഇസ്രായേൽ എന്ന പേരാക്കുവാൻ പ്രഭാതയാമത്തിൽ
വെളിപ്പെട്ട കണ്ണുനീരിൻ്റെ മല്ലുപിടുത്തത്തിൽ ആ പേര് മാറുമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്തും ഈ പ്രഭാതയാമത്തിൽ ദൈവം നിന്റെ പേരിന് മാറ്റാൻ പോവുകയാണ്. ആത്മാവിൽ വിശ്വസിക്കുന്നു. നമ്മൾ ആ ഭാഗത്തേക്ക് ഓടി വരികയാണ്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 26, 27, 28 വാക്യങ്ങൾ. എന്നെ വിടുക, ഉഷസ്സുതിക്കുന്നുവല്ലോ എന്ന് അവൻ പറഞ്ഞതിന് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. 27-ാമത്തെ വാക്യം. നിന്റെ പേരെന്തെന്ന് അവൻ അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. 28-ാമത്തെ വാക്യം. നീ ദൈവത്തോടും മനുഷ്യനോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേര് ഇനി യാക്കോബ് എന്നല്ല ഇസ്രയേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കെ, രാത്രി തുടങ്ങുന്ന കണ്ണുനീരിൻ്റെ പ്രാർത്ഥന ഇതാ വെളുപ്പിനെയാകുമ്പോൾ, ഉഷസ്സാകുമ്പോൾ ദൂതൻ അവനോട് പറയുകയാണ്, എന്നെ വിട്, ഉഷസ്സുദിക്കുന്നുവല്ലോ. ഇതാ യാക്കോബ് മറുപടി പറയുകയാണ്, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതാ പ്രഭാതയാമത്തിലെ നിലവിളികൾ നിന്റെ പേരിന് മാറ്റുന്നതാണ്. പ്രഭാതയാമത്തിൽ നിലവിളിച്ച് യാക്കോബിനോട് ഇതാ ദൈവം പറയുകയാണ്, ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, നീ ദൈവത്തോടും മനുഷ്യനോടും മല്ല് പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേര് ഇസ്രയേൽ എന്ന് വിളിക്കപ്പെടും. എന്നെ കേൾക്കുന്നവരെ, പ്രഭാതയാമത്തിൽ ഉണർന്നിത് പ്രാർത്ഥിക്കുമ്പോൾ ചിലവരെ പേര് മാറുന്നത് ഞാൻ കാണുകയാണ്. എൻ്റെ കൂടെ ഒരു ദിവസമല്ല, കണ്ടിന്യൂ ആയിട്ട് നിൽക്കുന്ന പ്രാർത്ഥനകളിൽ വലിയ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കും. എൻ്റെ കൂടെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരോട് ദാവീദ് ഒരു പദം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. സങ്കീർത്തനം 5-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ദാവീദ് പറയാണ്, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണം, ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുകയാണ്. എന്നെ കേൾക്കുന്നവർ, ഈ പ്രഭാതത്തിൽ നമ്മളെ തന്നെ ഒരുക്കി. ആ യാമാരംഭത്തിൽ അല്ലെങ്കിൽ പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ആത്മാവിൽ തുടങ്ങുന്നവരാണെങ്കിൽ അന്നത്തെ ദിവസം ജഡത്തിൻ്റെതായ ഒരു പ്രവൃത്തികളും വെളിപ്പെടാതെ ആത്മിക വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്നത് കാണാൻ പറ്റും. ഒന്നുകൂടെ പറഞ്ഞാൽ, യോബിന്റെ പുസ്തകത്തിനകത്ത് വെളിപ്പെടുന്ന ഒരു ഭയങ്കര ആഴമുണ്ട്. ഇതാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിൻ്റെ വചനത്തിൻ്റെ ഏറ്റവും വലിയൊരു മർമ്മമായി അല്ലെങ്കിൽ വെളിപ്പെടുന്ന ആഴം. ഈ ആഴം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വ്യത്യാസങ്ങൾ സംഭവിക്കും. എന്ന് പറഞ്ഞാൽ, പ്രഭാതം ആരംഭിക്കുന്ന സമയത്ത് തന്നെ ജീവിതത്തിനകത്ത് വലിയ ചില തുടക്കങ്ങൾ സംഭവിക്കേണ്ടതിനായിട്ട്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ യോബിന്റെ പുസ്തകം 38-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. നിന്റെ ജീവകാലത്തിൽ ഒരിക്കലെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും അരുണോദയത്തിന് സ്ഥലം ആദേശിക്കുകയും ചെയ്തിട്ടുണ്ടോ? ഈ വചനത്തിന്റെ ആ മർമ്മം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, അല്ലെങ്കിൽ ഈ വചനത്തിന്റെ രഹസ്യം നിങ്ങൾ മനസ്സിലാക്കി, നീ പ്രഭാതത്തിൽ ഒരിക്കലെങ്കിലും കൽപ്പന കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ദൈവമക്കൾ തിരിച്ചറിയേണ്ടത് അവരുടെ ഉള്ളിൽ അധികാരമുണ്ടെന്നുള്ളതാണ്. ഞാനും നിങ്ങളും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ വചനം പറയുന്നു, അവൻ്റെ നാമത്തെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. അപ്പോൾ ആ അധികാരത്തിൽ നിൽക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ആ ദിവസം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി കാത്തിരിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ആകാംക്ഷയോടെ നിൽക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം നാം വായിക്കുകയാണ്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഈ കാണുന്ന സൃഷ്ടി, ഈ കാണുന്ന ലോകം ആകാംക്ഷയോടെ നിങ്ങളുടെ വെളിപ്പാടിനായി, നിങ്ങളുടെ അധികാരത്തിൻ്റെ വാക്കുകൾക്കായി ഇതാ കാത്തിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നാളത്തെക്കുറിച്ച് ആകുലപ്പെടേണ്ട ആവശ്യമില്ല. നാളത്തെ ദിവസം നിങ്ങൾക്കായി കരുതുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 34-ാമത്തെ വാക്യം പറയുമ്പോൾ നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ ദിവസം നിങ്ങൾ അധികാരം പറഞ്ഞ് അല്ലെങ്കിൽ അവകാശം പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, 118-ാം സങ്കീർത്തനം അതിൻ്റെ 24-ാമത്തെ വാക്യം പറയുന്നു, ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഈ വചനത്തിന്റെ വെളിപ്പാട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ ദിവസവും ദൈവം ഒരുക്കിയിരിക്കുന്നതിനാൽ അവൻ്റെ മക്കൾ അവകാശം പറഞ്ഞാൽ അവർക്ക് അത്ഭുതങ്ങൾ സംഭവിക്കുന്നുള്ളതാണ്. പ്രഭാതയാമത്തിൽ നീ കൽപ്പനയോടെ തുടങ്ങിയാൽ അന്നത്തെ ദിവസം നിന്റെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്യുന്ന നന്മകളെ നിനക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്തായിരിക്കും. അപ്പോൾ ഇന്നു മുതൽ ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രഭാതത്തിൽ നീ പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ വെളിപ്പാടിൽ, നിന്റെ അധികാരത്തിൽ നിനക്ക് വേണ്ടി ദൈവം ചില വഴികൾ തുറക്കുന്നത് കാണാൻ പറ്റും. അതേ നിലയിൽ തന്നെ നിൽക്കുമ്പോൾ ഇതാ 3-ാമത്തെ ചിന്ത ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. പ്രഭാതയാമത്തിൽ നിന്റെ അടുക്കലേക്ക് ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. ഇതാ 3-ാമത്തെ ചിന്ത. ഉണർന്ന് പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവം നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരാൻ പോവുകയാണ്. വേഗത്തിൽ നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടൽമേൽ നടന്ന് അവരെ അടുക്കൽ വന്നു. എന്നെ കേൾക്കുന്നവരെ, പ്രഭാതയാമത്തിൽ അല്ലെങ്കിൽ 4-ാം യാമം എന്ന് പറയുന്നത് ഒരു ദിവസം യഹൂദന്റെ കണക്കനുസരിച്ച് 6 മുതൽ 9 വരെയുള്ള സമയം 1-ാം യാമമായിട്ടും
9 മുതൽ 12 വരെയും 2-ാം യാമമായിട്ടും, ഇതാ 12 മുതൽ 3 വരെ ഉള്ളത് 3-ാം യാമവും, ഇതാ 3 മുതൽ 6 വരെയുള്ള സമയം 4-ാം യാമമായിട്ടും യഹൂദൻ കണക്കാക്കുകയാണ്. അപ്പോൾ ഒരു ദിവസത്തിൽ 8 യാമങ്ങൾ അല്ലെങ്കിൽ 8 വാതിലുകൾ യഹൂദന്റെ മുമ്പിലൂടെ പാസ് ചെയ്തു നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ, നിങ്ങൾ ഈ ഓരോ യാമങ്ങളിലും ഉണർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക എന്നുള്ളത് യാമങ്ങളുടെ വലിയ ആഴവും അവിടെ കാണാൻ പറ്റും. ഇന്ന് നമ്മുടെ ചിന്ത അതല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതാ 4-ാം യാമത്തിൽ ശിഷ്യന്മാർ അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ, ഇനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോൾ, അവൻ ആ തിരമാലയുടെ മുകളിലൂടെ ഇതാ അവരെ അടുക്കിലേക്ക് നടന്നു വരികയാണ്. ഞാൻ ആഴമായി വിശ്വസിച്ചുകൊണ്ട് പറയാം, നിന്നെ നോക്കി ഇന്നലകളിൽ എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും, നീ 4-ാം യാമത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുന്നവരും നിലവിളിക്കുന്നവരും ആണെങ്കിൽ, എൻ്റെ കർത്താവ് നേരിട്ട് നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. ദൈവം നിന്നോട് ഇടപെടുന്നുണ്ടെങ്കിൽ, ദൈവികമായ ഇടപെടൽ നിന്നിൽ നേരിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ, ആ മിനിറ്റ് മുതൽ പുത്തൻ വഴി തുറന്നു എന്നുള്ളതാണ് നീ തിരിച്ചറിയേണ്ടത്. യേശു കർത്താവ് ഇതാ 4-ാം യാമത്തിൽ അവരെ അടുക്കൽ വന്ന് അവരെ വിഷയങ്ങൾക്ക് മറുപടി പറയുകയാണ്. അവർക്ക് വിരോധമായി വീശിയ കാറ്റും കടലും അവൻ്റെ മുമ്പിൽ ശാന്തമായി തീരുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ കുടുംബമായി നിൽക്കുന്ന ചില തിരമാലകൾക്ക്, ചില കാറ്റുകൾക്ക്, നിങ്ങളുടെ കുടുംബമായി നിൽക്കുന്ന വിരോധമായി വീശുന്ന ചില കാറ്റിനും തിരമാലകൾക്കും നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന വിരോധങ്ങളെ ജയിക്കുവാനായിട്ട് നിങ്ങൾ പ്രഭാതയാമത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അതേ നിലയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ, പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം, പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സമത്തിൽ നിന്ന് മിസ്രൈമ സൈന്യത്തെ നോക്കി മിസ്രൈമ സൈന്യത്തെ താറുമാറാക്കി. നമുക്ക് ഈ വചന പശ്ചാത്തലത്തിന്റെ ആഴം അറിയാം. നമ്മളിപ്പോൾ 4-ാമത്തെ കാര്യമാണ് ചിന്തിക്കുന്നത്. 1, പ്രഭാതത്തിലുണ്ടെന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ പേര് മാറുമെന്നും. 2, നീ പ്രഭാതത്തിൽ അധികാരിയാണെങ്കിൽ കൽപ്പന കൊടുത്താൽ അന്നത്തെ ദിവസം നിനക്ക് വേണ്ടി അത്ഭുതം സംഭവിക്കുമെന്നും. 3, പ്രഭാതയാമത്തിൽ നിന്റെ നിലവിളിയിൽ നിനക്ക് വിരോധമായി വീശിയ കാറ്റിനെയും തിരമാലയും ശാന്തമാക്കുവാൻ എൻ്റെ ദൈവം നേരിട്ടിറങ്ങി വരുമെന്നും നീ കാണുകയാണെങ്കിൽ, 4-ാമത്തെ ചിന്ത ഇതാ പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ മക്കളെ 430 വർഷം അടിമത്വത്തിലാക്കിയ ഫറവോന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചത് ചെങ്കടലിന് മുമ്പിൽ അവർ വരികയാണ്. ആ സമയത്ത് ഇതാ പിന്തുടർന്ന് പിടിക്കുവാൻ ഫറവോൻ അവരെ അടുക്കൽ വരുമ്പോൾ, അന്ന് രാത്രി ഒരു മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് ഇതാ ചെങ്കടൽ ദൈവം തുറന്നു കൊടുക്കുകയാണ്. ചെങ്കടൽ കയറുന്ന ആ സമയത്ത് പ്രഭാതയാമത്തിൽ ഫറവോനെയും അവൻ്റെ കൂട്ടരെയും താറുമാറാക്കി കളയുന്നത് കാണാൻ കഴിയും. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, ഓരോ പ്രഭാതയാമങ്ങളിലും നിന്റെ വിരോധത്തെ ഇല്ലാതാക്കാൻ, നിന്റെ ശത്രുവിൻ്റെ വഴി അടയ്ക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെങ്കിൽ, നിങ്ങൾ വിശ്വസിച്ചോ. 4-ാമത്തെ ചിന്ത, നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ശത്രുവിനെ ഓരോ പ്രഭാതത്തിലും ഇല്ലാതാക്കാൻ നിനക്ക് കഴിയും. ആഴമായിട്ട് വിശ്വസിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ 5-ാമത്തെ ചിന്തയിലേക്ക് നമ്മൾ ഒരുമിച്ച് വരികയാണ്. 5-ാമത്തെ ചിന്ത വലിയ ആഴമാണ്. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇതാ ദാനിയേൽ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം, രാജാവ് അതികാലത്തെ എഴുന്നേറ്റ് ബന്ധപ്പെട്ട് സിംഹഗുഹയുടെ അരികിൽ ചെന്നു. ഞാൻ ആഴമായിട്ട് വിശ്വസിക്കുന്നു, ഇതാ പ്രാർത്ഥിക്കുന്ന ദാനിയേലിന് വേണ്ടി രാജാവ് അതികാലത്തെ എഴുന്നേറ്റ് ബന്ധപ്പെട്ട് ഇതാ സിംഹഗുഹയുടെ അടുക്കലെത്തുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ, ഞാൻ ഈ 5-ാമത്തെ ചിന്ത ഇങ്ങനെ ഒന്ന് വിളിച്ചു പറയാണ്, പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി അതികാലത്ത് തന്നെ ദൈവം ചില ഉന്നതന്മാരെ ഒരുക്കും. ചില ഉന്നതന്മാർ നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വന്നു എന്നുള്ളത് നീ കേൾക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, ഇന്ന് ഈ വചന സന്ദേശം കേട്ട് തീരുമാനത്തോടെ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നവർക്ക് വേണ്ടി ഉന്നത അധികാരികൾ നിനക്ക് അനുകൂലമാകാൻ പോകുന്നു. നിന്റെ പേപ്പറുകൾ സൈൻ ചെയ്യാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് വിസായുടെ വാതിലുകൾ തുറക്കും. നിന്റെ ജീവിതത്തിനകത്ത് ആ രാജ്യത്തിലേക്ക് പോകാനുള്ള വിസായുടെ വാതിലുകൾ തുറക്കുകയാണ്. നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് നിൽക്കുന്ന തടസ്സങ്ങൾ മാറി ഉന്നതന്മാർ നിനക്ക് വഴിയൊരുക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ 5-ാമത്തെ ചിന്തയിലും പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുകയാണെങ്കിൽ, 6-ാമത്തെ ഒരു ഭാഗം നിങ്ങളുമായി തൊടുകയാണ്. 6-ാമത്തെ ഭാഗം എന്ന് പറയുന്നത്, ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ കരുണ പുതിയതായിരിക്കും. അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ, ആ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി ഇതാ ദൈവത്തിൻ്റെ കരുണ പുതിയതായി തീരാൻ പോകുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 വാക്യങ്ങൾ, നാം ഒടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ, അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. എന്നെ കേൾക്കുന്നവരെ, നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, ഓരോ ദിവസവും ഭാരപ്പെട്ട് കിടന്നുറങ്ങുന്നവർ, ഇനി എങ്ങനെയെന്നുള്ള ചോദ്യങ്ങളിൽ നിൽക്കുന്നവർ, ഈ വാക്യത്തിൻ്റെ ആഴം തിരിച്ചറിയാമെങ്കിൽ പ്രഭാതത്തിൽ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുമെങ്കിൽ, ഈ അനുഭവത്തിൽ നിൽക്കുന്ന ചിലരെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു,
ഓരോ ദിവസവും നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വഴികൾ, വിശ്വസിക്കാൻ പറ്റാത്ത ദൈവപ്രവർത്തികൾ നിന്റെ മേൽ സംഭവിക്കും. എന്തെന്ന് ചോദിച്ചാൽ, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല, അത് രാവിലെ തോറും പുതിയതാണ്. അവൻ്റെ വിശ്വസ്തത വലുതുമെന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ വചനത്തിനകത്ത് നിന്നുകൊണ്ട് പറ, ദൈവമേ, ഓരോ പ്രഭാതത്തിലും നിൻ്റെ കരുണ കാണുവാൻ, ഓരോ പ്രഭാതത്തിലും നിൻ്റെ വലിപ്പം കാണുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരു പദം കൂടെ ഒന്ന് വായിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു ആഴം കൂടെ ഒന്ന് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ ദയയ്ക്ക് കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവൻ അന്നത്തെ ദിവസം ദൈവം നിന്നെ വഴി നടത്തും, പുതിയ വഴിയിലേക്ക് നിന്നെ നടത്തും. 143 സങ്കീർത്തനം അതിൻ്റെ 8 വാക്യത്തിലേക്ക്, രാവിലെ നിന്റെ ദയ എന്നെ കേൾക്കുമാറാക്കണമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നുവല്ലോ, ഞാൻ നടക്കേണ്ട വഴി എന്നെ അറിയിക്കണമേ, ഞാൻ എൻ്റെ ഉള്ളം നിന്നിലേക്ക് ഉയർത്തുന്നുവല്ലോ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, രാവിലെ നിന്റെ ദയ എന്നെ കേൾപ്പിക്കുമാറാക്കണമേ, ഞാൻ നടക്കേണ്ട വഴി എന്നെ അറിയിക്കണമേ. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കര ഉയർത്തിപ്പിടിച്ച് പറ, രാവിലെ തോറും ഇന്നു മുതൽ ദൈവത്തിൻ്റെ ദയ നീ കേൾക്കാൻ പോവുകയാണ്. അവൻ്റെ കരുണ പുതിയതാണെങ്കിൽ ഓരോ ദിവസവും നിനക്ക് വേണ്ടിയുള്ള ഫേവറുകൾ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. നിനക്ക് വേണ്ടിയുള്ള അന്നത്തെ വഴി ഇതാ തുറന്നു വരാൻ പോകുന്നു. ആത്മാവിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്ത ചില വാതിലുകൾ തുറന്നു വരട്ടെ. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരു വാക്യം കൊണ്ടൊന്ന് വായിക്കുകയാണ്. 90 സങ്കീർത്തനം അതിൻ്റെ 14 വാക്യം കൂടെ, കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ, എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ, എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ സന്തോഷിച്ച് ഞങ്ങൾ ഘോഷിച്ചുല്ലസിക്കുമെന്നുള്ളതാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ സന്തോഷം നിലനിൽക്കണമോ? ഓരോ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ ദയ നമ്മിൽ വെളിപ്പെട്ട് വരണം, ദൈവത്തിൻ്റെ കരുണ നമ്മിൽ വെളിപ്പെട്ട് വരണം. എൻ്റെ കൂടെ ഇന്നു മുതൽ ഈ പ്രഭാത പ്രാർത്ഥനയിൽ നിങ്ങൾ ഒന്നുകൂടെ ഉണർന്നാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണ ദൈവപ്രവർത്തികൾ നടക്കുന്നത് കാണാൻ കഴിയും. അറിയാം, ഞങ്ങളുടെ സഭയായിട്ട് എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് സൂമിൽ പ്രഭാത പ്രാർത്ഥന നടക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കും അതിനകത്തേക്ക് പങ്കുചേരാൻ കഴിയും. എൻ്റെ കൂടെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കാൻ പോവുകയാണ്. പ്രഭാത പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒന്നുകൂടെ സമർപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സമർപ്പിച്ചോ. പ്രഭാതത്തിലെ അത്ഭുതങ്ങളെ നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നു. ദൈവം ഓരോ ദിവസവും നിങ്ങളെ നടത്തുന്നത് നിങ്ങൾ കാണാൻ പോകും. പക്ഷെ ഈ ഹോളി വയ്ക്കുന്ന എല്ലാവർക്കും പരിചയം എന്ന് പറയുന്നവരൊന്ന് കര ഉയർത്തിപ്പിടിച്ച് പറച്ചിരി അങ്ങോട്ട് ഇങ്ങോട്ട് നിന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബ്രദറെ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ, ഒന്ന് ശ്രദ്ധിച്ച്. ഹല്ലേലൂയ. ബ്രദർ ഹല്ലേലൂയ. പാസ്സായി ഈ ബ്രദറിനെ. ഹല്ലേലൂയ. ഈ ബ്രദറിനെ പാസം കണ്ടതല്ലേ? ഹല്ലേലൂയ. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ലേ പാസ്സായി? കഴിഞ്ഞ വെള്ളിയാഴ്ച തൻ്റെ താടിയും മുടിയെല്ലാം വെട്ടിയിട്ട് താൻ വന്ന് ഹല്ലേലൂയ കർത്താവിനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. അത് കണ്ടവർ എത്ര പേരുണ്ട്? നിങ്ങളാരും കണ്ടിട്ടില്ലേ ഈ മനുഷ്യനെ? ഫാസ്റ്റ് ഇപ്പം പഴയ ഫോട്ടോ കാണിക്കും, അപ്പോഴായിരിക്കും നിങ്ങൾക്ക് പലർക്കും മനസ്സിലായത് ഇയാളാണോ വന്നത്. അറിയാം, വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞേ, യേശുവിനെ അറിഞ്ഞില്ലേ? പറേ, യേശുവിനെ അറിഞ്ഞോ? അറിഞ്ഞു. ദൈവമാണെന്ന് മനസ്സിലായി. ദൈവം. ആമേൻ. ഹല്ലേലൂയ. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചിട്ടെന്ന് പറയാവോ? ഹല്ലേലൂയ. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചൊന്ന് പറഞ്ഞേ. അദ്ദേഹത്തിന്റെ വൈഫല്ലേ ഇത്? ഹല്ലേലൂയ. ഒന്ന് വന്നേ സിസ്റ്റേ, ഒന്ന് വന്നേ. ഹല്ലേലൂയ. അത് ഇപ്പൊ ഇവർക്ക് കാണാൻ പറ്റത്തില്ലല്ലോ വാസ്. ഇദ്ദേഹത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ സിസ്റ്റേ? നേരം വെളുക്കുമ്പോഴേക്കും ഇങ്ങോട്ട് വരാനുള്ളത് ആഗ്രഹത്തിലാണ്. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചോണ്ടെന്ന് പറയാമോ? നേരത്തെ നിങ്ങൾക്ക് ഇത് അത്രയും ക്ലിയർ ആകത്തില്ല, കാണാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഒരുമിച്ചൊന്ന് കര ഉയർത്തി, ഒത്തിരി താടിയൊക്കെ മുടിയൊക്കെ വളർത്തി. ഹല്ലേലൂയ. ഒരു സന്യാസിയെ പോലെ നടന്ന മനുഷ്യനാണ്. ഇന്ന് ഹല്ലേലൂയ മുടിയെല്ലാം വെട്ടി സ്നാനപ്പെട്ട് ജീവനുള്ള ദൈവത്തെ അറിഞ്ഞു. ഞാൻ ഈ വിളിച്ചു വരുത്തിയത് എൻ്റെ മഹത്വം പറയാനല്ല. ഈ ഒരു മകൻ സ്വർഗത്തിലെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതാൻ എങ്ങനെയൊന്നുള്ളതല്ല, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതാൻ കാരണം നിങ്ങളും ഈ ആരാധനയുമാണ്. ഇതൊന്ന് തിരിച്ചറിയാമെങ്കിൽ ഒന്ന് കരവൊന്ന് അടിച്ചൊന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കും. എനിക്ക് കുറേ നാൾ ജോലി ഇല്ലാണ്ട് 2022 ഇവിടെ വന്നപ്പോൾ സാറ് പറഞ്ഞു 9 മാസം ജോലി, 9 നാലുള്ള സ്ഥലത്ത് ജോലി എന്ന് പറഞ്ഞു.
അവിടെ ഇപ്പോൾ എനിക്ക് ജോലി കിട്ടിയിട്ട് 2 കൊല്ലം കഴിഞ്ഞു ഇപ്പോൾ ശരിയായിട്ട് അവിടെ ജോലി കിട്ടി. ജോലി കിട്ടി. ഇവിടെ വരുന്നവരെയും ജോലി ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് താൻ പ്രാർത്ഥനയ്ക്ക് നിന്നപ്പോൾ തനിക്ക് കർത്താവ് അത്ഭുതകരമായി നിലനിൽക്കുന്ന ജോലി കൊടുത്തു. ഒന്ന് കര ഉയർത്തിപ്പിടിച്ച് അപ്പം എൻ്റെ ഇളയ മകനെ ഒരു കേസിൽ പെട്ടിട്ട്, കേസെന്ന് വെച്ചാൽ അവൻ വണ്ടി ഓടിച്ചിട്ട് റോട്ടിൽ കൂടി പോകുമ്പോഴത്തേനും ഒരാൾ വട്ടം ചാടിയിട്ട് അത് അയാൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ അറ്റാക്ക് വന്നിട്ടാണ് മരിച്ചത്, വണ്ടി മുട്ടിയിട്ടായിരുന്നു. പക്ഷെ അത് കേസൊക്കെ ആയിട്ട് ഇരുന്നിട്ട് അവന് വിദേശത്തേക്ക് പോകാൻ അന്നേരം മാൾട്ടയിലായിരുന്നു. മാൾട്ടയിൽ പോകാനായിട്ട് ഇരുന്ന് വെച്ചപ്പോൾ ആ സമയത്ത് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എറണാകുളത്ത് മീറ്റിങ്ങിൽ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞ് അവൻ പോകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അവനിപ്പോൾ UK അവനവിടെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ അന്നേരം മാൾട്ടയിലൊക്കെ പോയി. പിന്നെ UK ഇപ്പോൾ അവനൊരു കല്യാണം കഴിക്കുന്ന നേഴ്സിനെയാണ്. അപ്പോൾ അങ്ങനെ അവിടെ ആ സ്ഥലത്താണ് ഇപ്പം. അപ്പോൾ അവന് ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടിയിട്ട് ഒരു പരീക്ഷ എഴുതിയിട്ട് ആദ്യം തോറ്റുപോയായിരുന്നു. അപ്പോൾ ഞാൻ പാസ്റ്ററോട് പറഞ്ഞായിരുന്നു. പാസ്റ്റർ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇപ്പോൾ അവൻ പാസ്സായി. അതായത് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഈ സഹോദരി ഹല്ലേലൂയ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് തൻ്റെ മകൻ ഒരു കേസിൽപ്പെട്ട് ആക്സിഡൻറ്റ് മൂലം അദ്ദേഹം മരിച്ചുപോയി. വലിയ പ്രതികൂലത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ കർത്താവ് ഹല്ലേലൂയ തനിക്ക് വേണ്ടി അത്ഭുത മാർഗം തുറന്നു. UK കടന്നുപോയി. ഹല്ലേലൂയ അവിടെ അതൊന്നും പോകാൻ ഒരു മാർഗ്ഗമില്ലാത്തതാണ്. കർത്താവ് ഇന്ന് അവരെ UK സെറ്റിലാക്കി. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊന്ന് കർത്താവിന് നന്ദി പറയാൻ പറ്റുന്നത്. ഹല്ലേലൂയ. കണ്ണുകളൊന്ന് അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിപ്പം, കർത്താവിൻ്റെ കരം ഇതാ വെളിപ്പെടുന്നതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയൊരു ദൈവപ്രവൃത്തി, വലിയൊരു ദൈവത്തിൻ്റെ കരം ഇപ്പോൾ തന്നെ ഞങ്ങളുടെ മക്കളുടെ മേലിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. കർത്താവേ, ഇന്നു മുതൽ ഇവർ തീരുമാനത്തിൽ എഴുന്നേൽക്കട്ടെ. ഇന്നു മുതൽ ഇവർ ദൈവപ്രവൃത്തി കാണട്ടെ. ഇന്നു മുതൽ ദൈവത്തിൻ്റെ കരം ഇവർക്ക് അനുകൂലമാകട്ടെ. യേശുവിൻ്റെ രക്തത്തിലും യേശുവിൻ്റെ നാമത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവപ്രവൃത്തി ഇപ്പോൾ ഞങ്ങളുടെ മക്കളുടെ മേലിൽ വെളിപ്പെട്ടതിനായി സ്തോത്രം. ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വാട്സാപ്പ് നമ്പറിൽ വിളിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. നമ്മുടെ ആരാധനകൾക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തൃശ്ശൂരും എറണാകുളത്തും അതേപോലെ തന്നെ കൊല്ലം, കുണ്ട്രയും തിരുവനന്തപുരത്തും ഒക്കെ നമ്മുടെ ആരാധന നടക്കുകയാണ്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ഒരു പ്രാവശ്യമെങ്കിലും ആരാധന അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾ തീരുമാനമെടുത്താട്ടെ. ദൈവപ്രവർത്തിക്കായി നമുക്ക് ഒരുങ്ങാം. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.